الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده. كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും അവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായ ഒരു ആരാധനയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉദ്ദേശ്യം എന്നാണ്. ഒരു കാര്യം കരുതി പോകുന്നതിനാണ് ഹജ്ജ് എന്ന് പറയാം. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർണ്ണമായും ചെയ്യണം, പൂർത്തീകരിക്കണം. അള്ളാഹിനെ കരുതി പോകലാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. ഏകദേശം 200 കോടിയിലധികം മുസ്ലിങ്ങൾ ലോകത്തുണ്ട്. ഈ മുസ്ലിങ്ങളുടെ വളരെ കോറായ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് എല്ലാ വർഷവും ഹജ്ജിനെത്താറുള്ളത്. ഒരു 20-25 ലക്ഷം ആളുകൾ ലോക ഉമ്മത്തിൻ്റെ പ്രതിനിധികളാണ്. അവർ ഈ ഹജ്ജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണോ ഇസ്ലാം അതുപോലെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്.
ഇസ്ലാം സമ്പൂർണവും സമഗ്രവുമായൊരു ജീവിത പദ്ധതിയാണ്. അതേപോലെയുള്ള സമ്പൂർണവും സമഗ്രവുമായൊരു ആരാധന പദ്ധതിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളിലും ഇസ്ലാമിൻ്റെ ആശയത്തിൻ്റെ ഒരു നിദർശനമുണ്ടാകും. പക്ഷേ ഹജ്ജിൽ അത് പരിപൂർണതയിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ 4 അടിസ്ഥാന കർമ്മങ്ങളാണ്. ഒന്ന് ഇഖാമത്തുസ്സലാ വആത്തുസ്സക്കാ ഇതാഉസ്സക്കാ വസൗമി റമളാൻ വഹജ്ജുൽ ബൈത്ത്. ഇതിൽ 2 കർമ്മങ്ങൾ എല്ലാവർക്കും നിർബന്ധമാണ്, നമസ്കാരവും നോമ്പുമാണ്. 2 കർമ്മങ്ങൾ എല്ലാവർക്കും നിർബന്ധമില്ല, സകാത്തും ഹജ്ജും. അതിന് ചില നിബന്ധനകളുണ്ട്. ഹജ്ജിൻ്റെ നിബന്ധന പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതഅ ഇലൈഹി സബീല. അവിടേക്ക് എത്താൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവുക, ആരോഗ്യമുണ്ടാവുക, സമ്പത്തുണ്ടാവുക, പഴയകാലത്ത് തടിയാലും വഴിയാലും സുരക്ഷിതരാവുക എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമുണ്ട്. ഹജ്ജിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് എന്നാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ മാസങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പം അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? സാധാരണ ഹജ്ജിൻ്റെ കർമ്മങ്ങളാണല്ലോ പറയേണ്ടത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറയുന്നതിന് പകരം അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് എന്നാണ്. ഇബാദത്തുകളിൽ ഏറ്റവും ഒരുക്കം ആവശ്യമായ ഇബാദത്താണ് ഏത്? ഹജ്ജ്. അതുകൊണ്ട് 3 മാസമെങ്കിലും മിനിമം ഹജ്ജിനൊരാൾ ഒരുങ്ങണം. അപ്പം ഹജ്ജ് യാത്ര ചോദിക്കണം, ആളുകൾ കണ്ട് ഹജ്ജിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം, ഇടപാടുകളൊക്കെ കൃത്യപ്പെടുത്തണം. മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് പശ്ചാത്തപിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സമയം വേണം. കാരണം ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരാൾ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല. കച്ചവടക്കാരാണ്, എല്ലാ ഇടപാടും തീർക്കാനൊന്നും കഴിയില്ല, അങ്ങനെ റോൾ ചെയ്ത് പോണ കച്ചവടക്കാരായിരിക്കും. പക്ഷേ അതൊക്കെ തെർത്തീബാക്കണം, കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കൊടുക്കാം. ലൈനിലൊക്കെ സാധനം ഇറക്കിപ്പോയിട്ടുണ്ടാവും, അയാളുടെ സാധനം വിറ്റ് ലാഭമൊക്കെ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ടാവും, എന്നാലും ഈ മനുഷ്യൻ്റെ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക? പൈസ കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക. പറ്റാത്തത് വന്നതിന് ശേഷം ഒരു ഡേറ്റൊക്കെ പറഞ്ഞിട്ട് തെർത്തീബാക്കുക, മാക്സിമം ഇടപാടുകൾ ക്ലിയറാക്കുക. ഇടപാട് ക്ലിയറാക്കാതെ പോയാൽ അറഫയിലെത്തിയിട്ട് ചില ആളുകൾ പറയും ലബ്ബൈക്ക് എന്ന് വിളിക്കുമ്പോൾ അള്ളാഹു ആകാശത്തുനിന്ന് വിളിച്ചു പറയും ലാ ലബ്ബൈക്ക് വലാ സഅദൈക്ക്. നിന്റെ ലബ്ബൈക്ക് ഇവിടെ ആവശ്യമില്ല, നീ ഹജ്ജിന് വന്നിട്ടില്ല, ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറയും. ആരാണ് ഈ മനുഷ്യൻ എന്ന് സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ കുടുംബബന്ധം മുറിച്ച ആളാണ് എന്നാണ്. അപ്പോൾ 5-6 ലക്ഷം രൂപ വേസ്റ്റായി. കാരണം ലാ ലബ്ബൈക്ക് വലാ സഅദൈക്ക്. അപ്പം ഹജ്ജിൻ്റെ ഒരുക്കം വളരെ പ്രധാനമാണ്. ഹജ്ജിന് സാമ്പത്തികമായ ശേഷി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഭാവനയിൽ ആരോഗ്യവും സമ്പത്തും ഉള്ള സമയത്ത് ആദ്യം ചെയ്യേണ്ട ഒരു ആരാധനയാണത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. പക്ഷെ സമ്പത്തുള്ള ആളുകളും പലരും എന്താ ചെയ്യുക? അവസാനത്തേക്ക് മാറ്റിവെക്കും. അപ്പം സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടോട്ടി അങ്ങാടിയിൽ ഒരാൾക്ക് അവൻ്റെ അടിസ്ഥാന ചെലവ്, മക്കൾക്ക് ചെലവെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് 2 സെൻറ്റ് സ്ഥലമുണ്ടായാൽ ഹജ്ജ് നിർബന്ധമാണ്. 2 ഏക്കർ സ്ഥലമുള്ളവനാണ് ഹജ്ജ് നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കുക. കാരണം 5 ലക്ഷം വിറ്റാൽ കിട്ടുമെങ്കിൽ വിറ്റിട്ട് ഹജ്ജ് ചെയ്യണം. അങ്ങനെയാണ് മനിസ്തതഅ ഇലൈഹി സബീല. അപ്പം ഹജ്ജിന് ആവതുള്ള മനുഷ്യൻ ഹജ്ജ് ചെയ്യാതിരുന്നാൽ സലഫുസ് സാലിഹ്യങ്ങൾ പറയാറുണ്ട്. മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ തൻ്റെ അയൽവാസിയോട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ലൗ മിത്ത വലം തഹജ്ജ് ലം ഉസല്ലി അലൈഹി. നീ മരിച്ചാൽ ഹജ്ജ് ചെയ്യാതെയാണ് നീ മരിക്കണതെങ്കിൽ അതിന് ശേഷമൊക്കെ ആക്കേണ്ടത് നിനക്കറിയാം. വലം മുസല്ലി അലൈഹി, നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കുകയില്ല എന്ന് സലഫു സാലിഹ്യങ്ങൾ സാമ്പത്തിക ശേഷിയുള്ള ആളോട് പറയാറുണ്ട്. ഇപ്പം സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞാൽ റിട്ടയർഡായി നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി ഇനി ഹജ്ജ് ചെയ്യാം എന്നതല്ല. നമുക്കൊരു 10 ഏക്കർ 5 ലക്ഷം 10 ലക്ഷമൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ട് ആലോചിക്കുക എന്നുള്ളതല്ല. 5 ലക്ഷം 6 ലക്ഷമാണല്ലോ ഇപ്പം ഹജ്ജിൻ്റെ ഒരു വില. നമുക്ക് പോകാനുള്ള സമ്പത്ത്, അത് നിങ്ങളുടെ അടിസ്ഥാന ചെലവ് കഴിച്ച് നേടാൻ പറ്റിയ ആൾ അങ്ങനെ ചിന്തിച്ചാൽ 70% ആളുകൾക്കും ഈ നാട്ടിൽ ഹജ്ജ് നിർബന്ധമാണ്. പോകാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് എന്ത് ചെയ്യണം? നടത്തണം. അങ്ങനെയാണ് ഹജ്ജിനെ കുറിച്ച് ആലോചിക്കുന്നത്. ആരോഗ്യമെന്ന് പറയുന്നത്
നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പല രാജ്യങ്ങളിലൊക്കെ വിവാഹം കഴിക്കാൻ തന്നെ ഹജ്ജ് ഒരു നിർബന്ധം ഒരു ഘടകമായിട്ട് എന്ത് ചെയ്യും വെക്കും. 30 വയസ്സിന് മുമ്പ് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും. എത്ര സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള കാലത്താണെങ്കിലും ഹജ്ജ് ആരോഗ്യം കൊണ്ട് ശരീരം കൊണ്ട് ചെയ്യേണ്ട ഇബാദത്താണ്. ശരീരം കൊണ്ട് ശരീരത്തിന് ആരോഗ്യം ഇല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ കഴിയാത്തൊരു ഇബാദത്താണ് ഏത്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അപ്പം ഹജ്ജിൻ്റെത് അപ്പം നമുക്ക് ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ അതിനു വേണ്ടി വേണ്ടത്. നമ്മളിങ്ങനെ കാരണം ഹജ്ജിന് ഉംറക്കിൻ്റെ ഒരു പ്രത്യേക അതിനൊരു തൗഫീക്ക് കൂടി ആവശ്യമുണ്ട്, ഒരു നസീബ് ഉണ്ടാവുക നമ്മൾ പറയില്ലേ. കാരണം പടച്ച റബ്ബിൻ്റെ വിളി കേൾക്കണം. അദ്ദിൻ ലിന്നാസി എന്ന് അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞിട്ട് നീ ജനങ്ങളെ വിളിക്കുക, എത്തിക്കണ പരിപാടി ഞാൻ ഏറ്റു. അപ്പോൾ ഇബ്രാഹിമി മില്ലത്തിൻ്റെ വിളിയാളമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിന്റെ പ്രതിഫലനമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ആ വിളി സമ്പത്തുണ്ട് എന്ന് കരുതിയിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. സമ്പത്തിന്റെ കൂടെ അയാൾ ഹജ്ജിന് ഇങ്ങനെ എന്നും ആഗ്രഹിക്കുകയും തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. സമ്പത്തുള്ള ആളുകളൊന്നും നമ്മുടെ നാട്ടിൽ ഹജ്ജ് ഉംറയും ചെയ്ത ആളുകളല്ല. ഹജ്ജ് ഉംറയും എന്ന് പറയുന്നത് ഇപ്പൊ സമ്പത്തിന്റെ കൂടെ അയാളുടെ ആഗ്രഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ നോട്ടൊക്കെ അട്ടിക്ക് എണ്ണി വെച്ചിട്ട് കോടികൾ നിക്ഷേപിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷെ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഹജ്ജ് അയാൾ ഒരിക്കലും നോട്ടുണ്ടാകുമ്പോൾ ഹജ്ജ് ചെയ്യണം പഠിച്ചോനെ എന്ന ചിന്ത അയാൾക്കില്ല. അതുകൊണ്ട് ഹജ്ജിന് ഒരു തൗഫീഖ് അയാൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷി മാത്രം അതിന്റെ മാനദണ്ഡമല്ല, സാമ്പത്തിക ശേഷിയുടെ കൂടെ ചെറുപ്പക്കാരൊക്കെ ആളുകൾ ധാരാളം ബിസിനസ്സുകാർ എൻ്റെ മുന്നിലുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ചെറുപ്പത്തിലാണ് നമ്മൾ ഹജ്ജ് എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലും തികവിലും നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഹജ്ജ് ഒരാൾ ഉദ്ദേശിച്ചാൽ മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജിൽ, ഉടനെ ധൃതി കാണിക്കണം. അടുത്ത കൊല്ലാവട്ടെ എന്ന് വെക്കരുത്. ഈ കൊല്ലം തന്നെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, പോകാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു, ഹജ്ജ് നിങ്ങൾക്ക് ഫറളാണ്, നിർബന്ധമാണ്, നിങ്ങളത് ചെയ്യുക എന്നതാണ്. എന്താണ് ഹജ്ജിന്റെ ഫളാഇൽ, ശ്രേഷ്ഠതകൾ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അഫ്ളലുൽ ജിഹാദി ഹജ്ജുൻ മബ്റൂർ, ഏറ്റവും നല്ല ജിഹാദാണ്, ശ്രേഷ്ഠമായ ജിഹാദാണ് ഹജ്ജ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റജഅക യൗമിൻ വലദതുഹു ഉമ്മുഹു, രണ്ടാമത്തെ അതിന്റെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഉമ്മ പ്രസവിച്ചതുപോലെയാണ് ഒരു ഹജ്ജ് തിരിച്ചു വരിക. ചിലപ്പോൾ സാലിഹ്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഹജ്ജിന് പോകുന്ന ആള് അയാളുടെ ബാധ്യതയാണ് എല്ലാ വീട്ടിലും പോവുക, ഹജ്ജ് ചോദിക്കുക, പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള ആദ്യം അത് ചെയ്യുക. ചില ആൾക്കാർ പൊരുത്തപ്പെടൽ ഇങ്ങോട്ട് ചോദിക്കും, അങ്ങോട്ട് കൊടുക്കൂല. ആദ്യം എന്താ ചെയ്യേണ്ടത്, വാഫു അമ്മൻ വലമക്, നീയാണ് അഫൂ ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ആരെങ്കിലും അഫൂ ചെയ്ത് വരാണ്ടെങ്കിൽ അയാളോട് ചോദിക്കണം. ചോദിക്കാന്ന് മാത്രമല്ല, ചെയ്ത കാര്യം ഇടങ്ങേറുണ്ടാക്കണം, എന്തെങ്കിലും പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി നമ്മൾ പറഞ്ഞിട്ട് ചോദിക്കണം. അങ്ങനെ ക്ലിയർ ആക്കി പോകണം. ആ ക്ലിയർ ആക്കി പോകുന്ന ആൾ, അപ്പൊ ഹജ്ജിന് പോകണ ആളുടെ ബാധ്യത. ഹജ്ജ് പോയി വന്ന ആള് അയാളെ സന്ദർശിക്കൽ മറ്റുള്ളവരെ ബാധ്യതയാണ്. പിന്നെ അയാൾ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഹജ്ജ് ചെയ്ത ആളുടെ അടുത്തേക്ക് വരണം. കാരണം എന്താണ്, വലദതുഹു ഉമ്മുഹു, ആദ്യം വരുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ ഉമ്മ പ്രസവിച്ചതുപോലെ അയാളുടെ പ്രാർത്ഥനക്ക് അല്ലാഹു എന്തെയും ഉത്തരം നൽകുക. അപ്പൊ ഹജ്ജി ആയ ഒരാൾ ഹജ്ജ് ചെയ്ത് വന്നാൽ അയാൾ പോയിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയാം, ഇങ്ങോട്ട് വരലാണ് ചെയ്യേണ്ടത്. നേരത്തെ എന്ത് ചെയ്യാണ്, അത് സലഫു സാലിഹ്യങ്ങൾ ചെയ്ത ഒരു ശരിയാണ്. മൂന്നാമത്തെ താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ ഫഇന്നഹുമാ യൻഫിയാനി അൽ ഫഖർ വദ്ദുനൂബ്, അൽ ഫഖറ വദ്ദുനൂബ്. ഹജ്ജും ഉംറയും നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുക. ഒന്നിച്ച് ചെയ്യാൻ ചിലപ്പോൾ ഹജ്ജിനും ഉംറക്കൊക്കെ സൗകര്യങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ചെയ്യേണ്ടത് വതിമ്മുൽ ഹജ്ജ വൽ ഉംറത്തലില്ല, ഒന്നിച്ചാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒന്നിച്ച് ചെയ്താൽ നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഫഖർ നിങ്ങളെ പിടികൂടൂല, പാപവും നിങ്ങളെ പിടികൂടൂല. ഫഖറും ദുനൂബും, പാപങ്ങളും ദാരിദ്ര്യം, അതുപോലെ പാപങ്ങളും അയാൾക്ക് അല്ലാഹു തടയും. ദാരിദ്ര്യവും തടയും, അതുപോലെ തന്നെ പാപങ്ങളും തടയും. അടുത്ത ഹൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ ഹജ്ജിന് വേറൊരു പ്രതിഫലം ഇല്ല. കാരണം ആരാധനയിൽ അത്യാവശ്യം റിസ്ക് ഉള്ള ഒരു ആരാധനയാണ് ഇത് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഹജ്ജിന് സലഫു സാലിഹ്യങ്ങൾ വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തേടുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി മാത്രം സമ്പത്തിന്റെ ഒരു വിഹിതം എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ദിവസം കൂലി കിട്ടുന്ന ആളല്ല, അങ്ങനെ ഒക്കെ പല രാജ്യങ്ങളും ഹജ്ജിന് വരുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കും, ആ നാട്ടിലെ മുതലാളിമാരൊന്നുമല്ല ഹജ്ജിന് വരുന്നത്, സാധാരണക്കാരായ മനുഷ്യരാണ്.
ദിവസം കിട്ടുന്ന 1000 റുപ്യ കൂലിയിൽ ഒരു ഭാഗം ഹജ്ജിന് വേണ്ടി മാറ്റിവെച്ച് കൊല്ലാവുമ്പോൾ എന്ത് ചെയ്യും? കാരണം അവർക്ക് ഹജ്ജിന്റെ വിളംബരത്തിൽ ആ വിളിയിൽ അവരുൾപ്പെടുക. ഹജ്ജിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഹജ്ജ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹജ്ജ് എന്ന് പറയുന്നത് 3 ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിൽ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. ഹജ്ജിന്റെ മുദ്രാവാക്യം തൗഹീദാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഇത് ശിർക്കിനെ ഒരാള് വെടിയുകയും തൗഹീദ് ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്ന മുദ്രാവാക്യമാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചത് മുതൽ ഹജ്ജിന്റെ അവസാനത്തെ കർമ്മങ്ങൾ വരെ അയാളുടെ നാവിൽ ഈ തൗഹീദിന്റെ മുദ്രാവാക്യമുണ്ട്. തൗഹീദാണ് ഇതിന്റെ മുദ്രാവാക്യം. രണ്ടാമത്തതിന്റെ കർമ്മം, ഇതിന്റെ അമല്. ഹജ്ജ് എന്ന് പറഞ്ഞ കർമ്മം ഉണ്ടല്ലോ, ഈ മൻസക്ക് എന്നാണ് അതിന് പറയാം. ഖുദു അന്നി മനാസികക്കും. അത് റിസാലത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്താണ് ഹജ്ജ് എന്ന് പറഞ്ഞത്. ഹജ്ജിന്റെ കർമ്മം എന്താണ്? റിസാലത്തിന് അംഗീകരിക്കല. തോന്നിയതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നിസ്കാരം ഒരാൾക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റാത്തതുപോലെ ഹജ്ജും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഹജ്ജിൽ പിന്നെ ഇളവുകളുണ്ട്. ഒരു കർമ്മം ചെയ്യേണ്ട ദിവസം അത് ചെയ്യാതെ വേറെ ദിവസം ചെയ്താലൊക്കെ ഇളവുകളുണ്ട് എന്നൊഴിച്ചു നിർത്തിയാൽ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ഖുദു അന്നി മനാസികക്കും സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഇസ്ലാമിൽ എല്ലാ കർമ്മവും റിസാലത്താണ്. നമ്മൾ സ്വന്തമായിട്ട് ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റില്ല. നിക്കാഹ് എങ്ങനെയാണ്? റിസാലത്താണ്. സ്വലാത്ത് എങ്ങനെയാണ്? റിസാലത്താണ്. നോമ്പ് എങ്ങനെയാണ്? റിസാലത്താണ്. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ ഇടങ്ങാറായി ഈ ചൂട് കാലത്ത് ഇങ്ങനെ ഉറക്ക് വരുന്ന സമയമായിരിക്കും രാവിലെ. ആ സമയത്ത് എഴുന്നേറ്റ് അവരെന്തിനാണ് 2-4 നിസ്കരിച്ചൂടെ? ചൂട് കാലത്ത് കടയിൽ നിന്നൊക്കെ വലിയ തിരക്കും റഷൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഓടി വന്ന് നിസ്കരിക്കുന്ന ഇതാണ് ളുഹർ. ഇപ്പൊ എന്തിനാ 4, ഇപ്പൊ 2 നിസ്കരിച്ചൂടെ എന്നൊന്നും പറയാൻ പറ്റൂല. ഖുദു അന്നി മനാസികക്കും സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അപ്പൊ റിസാലത്താണ് ഹജ്ജിന്റെ കർമ്മം. മൂന്നാമത്തത് ഇതിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ആഖിറത്താണ്, പരലോകാണ്. കാരണം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരാൾ എന്താ ചെയ്യുക? അയാളുടെ ശരീരത്തിലെ അവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്യണം. നഖം, രോമങ്ങളൊക്കെ നീക്കം ചെയ്യണം. കുളിക്കണം. കുളിച്ചതിന് ശേഷം അയാൾ 2 റക്അത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിക്കണം. ചിലപ്പോൾ ഫർളായിരിക്കും. എന്നിട്ടാണ് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഒരു നിയ്യത്തും ഉച്ചരിക്കാൻ പാടില്ല. ഹജ്ജിന്റെ നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്തായ കർമ്മമാണ്. ഹജ്ജിന്റെ നിയ്യത്ത് എന്ത് ചെയ്യാം? പറയാം. ബാക്കി ഒരു കർമ്മത്തിന്റെയും നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്തോ പുണ്യകർമ്മമോ അല്ല. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് അയാൾ എന്താണ് ചെയ്യുക? സ്വന്തം മയ്യത്ത് അയാൾ കുളിപ്പിക്കുകയാണ്. വേറെ ആൾ കുളിപ്പിക്കുന്നതിന് മുമ്പ് മയ്യത്ത് കുളിക്കാൻ, നിസ്കാരം നടത്തുക. പിന്നെ ചെയ്യൽ എന്താണ്? കഫൻ ചെയ്യാൻ. കഫൻ പുടവയാണ് ഏത്? വില കുറഞ്ഞതാണ് ഇഹ്റാമിനും ഉപയോഗിക്കേണ്ടത്. വില കുറഞ്ഞ വസ്ത്രമാണ് ഏതിനും ഉപയോഗിക്കേണ്ടത്? കഫൻ ചെയ്യാൻ. വില കൂടിയ വസ്ത്രം കറാഹത്താണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ. പിന്നെ പോകുന്നത് മിനയിലാണ്. ഞാൻ വിശദീകരിക്കാൻ സമയം. മിന എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് എല്ലാ കാലവും ഓരോ ആൾക്ക് ഹാജിക്ക് അനുവദിക്കുന്ന സ്ഥലമുണ്ട്. കാരണം എവിടെയും പോയിരിക്കാൻ പറ്റില്ല. മിന എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 60 സെന്റിമീറ്റർ മുതൽ 70 സെന്റിമീറ്റർ നല്ല നീളമുള്ള ഒരാളിങ്ങനെ കിടന്നാൽ അപ്പുറത്ത് കാല് കെട്ടും. ബർസഖിൽ കിടക്കുകയാണ്. നമ്മൾ ഖബറിലേക്ക് പോവാണ്. പിന്നെ നിങ്ങൾ പോവാണ്. ഖബറിലെവിടുന്നാ പോവാ സാധാരണ രീതിയിൽ? പിന്നെ ബഅ്സാണ്, മഹ്ശറയാണ്, അറഫയിലാണ്. അൽ ഹജ്ജ് അറഫ. ഹജ്ജ് അറഫയാണ്. അറഫ ഒരാൾക്ക് പോയാൽ പിന്നെ അടുത്ത കൊല്ലം വന്ന് ചെയ്യണം. വേറെ ഏത് കർമ്മം പോയാലും നഷ്ടപ്പെട്ടാലും അതിന് നഷ്ടപരിഹാരമുണ്ട്, ഫിദിയയുണ്ട്. ഹജ്ജിന്റെ അറഫയുടെ പ്രത്യേകത, ലക്ഷോപലക്ഷം മനുഷ്യർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് നഫ്സി നഫ്സി എന്ന് വിളിക്കും. ബാപ്പിയും ഉമ്മയും ഗ്രൂപ്പായിട്ട് ഹജ്ജിന് പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും, മക്കളുണ്ടാവും, ഭാര്യ, ആരും മെയിൻ ചെയ്യൂല. അറഫയിലെത്തിയിട്ട് കരയാത്ത മനുഷ്യന്റെ ഉള്ളിൽ തഖ്വയുടെ യാതൊരു അടയാളവും ഇല്ല. കാരണം അവിടെ നിങ്ങൾ നോക്കി എല്ലാവരും കരയും. കാരണം അവനെന്റെ കാര്യം രക്ഷപ്പെടുമോന്ന് അറിയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പരലോകത്തെത്തുന്ന അവസ്ഥയായിരിക്കും. ബാപ്പയോ ഉമ്മയോ മക്കളോ ബന്ധങ്ങളോ ഒന്നും അറഫയിലില്ല. അറഫ അവനവന്റെ കാര്യം മാത്രമാണ്. അൽ ഹജ്ജു അറഫ എന്നാണ്. അറഫ അപ്പൊ ഇങ്ങനെ ഓരോ കർമ്മങ്ങളും നമ്മൾ നേരെ ബർസഖ് ലോകത്തേക്ക്, വേറൊരു ലോകത്തേക്ക് പ്രവേശിക്കാൻ. ഹജ്ജിന്റെ ആത്മാവ് മുഴുവൻ
മരണവും മരണാനന്തര ശേഷവുമുള്ള കർമ്മങ്ങളെ സ്വയം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാണ്? റിഹേഴ്സൽ ചെയ്യിപ്പിക്കുകയാണ്. പിന്നുള്ള കർമ്മങ്ങളൊക്കെ സഈ, മഖാം ഇബ്രാഹിം, അതുപോലെ തന്നെ മതാഫ്, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ അനുഷ്ഠാനങ്ങളിൽ വരുന്നുണ്ട്. ഞാനത് വിശദീകരിക്കണില്ല. അപ്പൊ ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഈ 3 വിശ്വാസങ്ങളും പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവ് ഫതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. തഖ്വാടി തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ, പടച്ച റബ്ബ് വിരോധിക്ക കാര്യങ്ങൾ, കർമ്മങ്ങളോ പ്രവർത്തികളോ സ്വഭാവങ്ങളോ പെരുമാറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നിക്ഷേപിച്ച് തിരിച്ചു പോരണം. അതിനാണ് നമ്മൾ ജംറയിൽ എറിയുക എന്ന് പറഞ്ഞാൽ. ചെറിയ കല്ലുകൊണ്ട് എറിയാൻ പാടുള്ളൂ, വലിയ കല്ലെടുക്കാൻ പറ്റില്ല. ചെറിയ കല്ല്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയ കല്ലെടുത്തോളൂ. അപ്പൊ ചെറുതായി പോയി എന്നൊരു ഒരു ലജ്ജ ആർക്കുണ്ടായി? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായി. നബിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ ചെറുതായി പോയോ? അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ അതിര് കവിയരുത്. കാരണം അത് എറിയണത് അവിടെ മൂപ്പരില്ല, ആരില്ല, പിശാചൊന്നുമില്ല. എറിയൽ ഇവിടുന്നാണ്. സ്വന്തം കൽബിന്ന് അസദ്, റിയാ, കിബർ, ഫസാദ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ മാലിന്യങ്ങളെയും എടുത്ത് വലിച്ചെറിയണ പ്രോസസ്സാണ് ഏത്? ജംറയിൽ എറിയുക എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ അവിടെ ബാക്കി വെച്ചിട്ട് അവിടെ നിങ്ങൾ ഏറെ ഉഷാറാക്കിയിട്ട് കാര്യമില്ല. ചില ആളുകളൊക്കെ ഹജ്ജിന് വരുന്ന ആളുകൾ പാസ്പോർട്ടും ഇതൊക്കെ അടങ്ങി ബാഗ് കൊണ്ട് എറിയും. ശരിക്കും എറിഞ്ഞിട്ടാണ് ആലോചിക്കുക ഇതിൽ പാസ്പോർട്ട് ഉണ്ട്, വിസ ഉണ്ട് എന്നൊക്കെ. പിന്നെ ആളുകൾ തിരക്കുണ്ടാക്കും, വലിയ വടി കൊണ്ടൊക്കെ വരും. അപ്പൊ ഈ ഉള്ളിലിരിക്കുന്ന ആള് ചിരിക്കുണ്ടാവും, അവിടെ ഞാനില്ല, എവിടെ ഉള്ളത്? ഇവിടെ ഉള്ളത്. അപ്പൊ അവിടെ എറിഞ്ഞിട്ട് 3 ദിവസം ഇങ്ങനെ തുടർച്ചയായി എറിയാന്ന് പറഞ്ഞാൽ പൈശാചിക മാലിന്യങ്ങൾ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോഴാണ് വലദത്തുഹു ഉമ്മുഹു, സ്വന്തം ഉമ്മ, ഇപ്പോൾ ഉമ്മ പ്രസവിച്ചതുപോലെ ഉള്ള ഒരാളായി തിരിച്ചു വരാൻ നമുക്ക് കഴിയുള്ളൂ. സഈ അങ്ങനെയാണ്, മതാഫ്, തവാഫ് അങ്ങനെയാണ്. ഹജ്ജിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലബ്ബൈക്ക് തൽബിയത്ത് ചെല്ലണം. ഹജ്ജ് പോലെ നിയ്യത്ത് ഉറക്കെ പറയൽ പുണ്യാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കർമ്മം, ഉച്ചരിക്കേണ്ട കർമ്മം ഹജ്ജിനില്ല. നാവുകൊണ്ട് പറയേണ്ടതില്ല, ശരീരം കൊണ്ട് ചെയ്യലാണ്. കാരണം ഹാജിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, ഇബാദത്ത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ പ്രദേശങ്ങളും എവിടെയാണ്? അറഫ, മുസ്ദലിഫ, മുന, അതുപോലെ മതാഫ്, മസ്അ, മഖാം ഇബ്രാഹിം, ഇതൊക്കെ അവിടെയാണ്. ഇവിടൊക്കെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. ആ ഉത്തരം അവിടൊക്കെ എന്റെ റബ്ബേ എന്ന് കൽബിന്റെ അടിത്തട്ടുന്ന ഒരു അടിമ വിളിച്ചാൽ എന്തേന്ന് ആകാശത്തിന്റെ മുകളിൽ നിന്ന് പടച്ചോൻ പറയും. അതിന് ഭാഷയില്ല. വിളിക്കുന്ന ആളുടെ ഇഖ്ലാസ് മാത്രമേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പഠിക്കുക, പ്രാർത്ഥന പഠിക്കാതെ പോകാൻ പറ്റില്ലല്ലോ എന്ന് ബേജാറായി പോണ ആളുകളുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥന ഹജ്ജിനില്ല. നിങ്ങൾക്ക് അറിയണ ഭാഷയിൽ 1-2 കാര്യം, തൽബിയത്ത് പിന്നെ എന്തായാലും നമ്മൾ പഠിക്കണം. ഇങ്ങനെയുള്ള കാര്യം. അപ്പൊ ഈ പ്രാർത്ഥനയാണ് ഇതിന്റെ മർമ്മം. ആ പ്രാർത്ഥനയും അദ്കാറുകളും ഉച്ചരിച്ച് ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇവിടെ ഹജ്ജിന് പോകാത്ത ആളുകൾ ഉണ്ടാവേണ്ടത് അടുത്ത പ്രാവശ്യമെങ്കിലും ഹജ്ജിന് പോകണല്ലോ അല്ലാ എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവുകയും നമ്മുടെ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന്റെ ഒരു ഭാഗമാണ്. ആയുസ്സിലൊരിക്കൽ ഹജ്ജ് ചെയ്യാന്നുള്ളത് നമ്മളൊരു പൂർത്തീകരണത്തിന്റെ ഭാഗം. എന്തെങ്കിലും കാര്യം കൊണ്ട് സാധിക്കാതെ പോയാൽ പടച്ച റബ്ബ് പോരും. പക്ഷെ നമ്മുടെ ശ്രമം, സഈ, ഈ അവിടെ നടത്തുന്ന സഈന് മുമ്പ് ഹജ്ജിനുള്ളൊരു സഈ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമം നമ്മൾ നടത്തണം. പടച്ച റബ്ബ് അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.